കൽക്കുളം മുതൽ കന്യാകുമാരി വരെ കാണേണ്ടതെല്ലാം. 12-ാം നൂറ്റാണ്ട് മുതൽ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ രാജ്യമായിരുന്ന വേണാടിൻ്റെ തലസ്ഥാനമായിരുന്ന പത്മനാഭപുരത്തിൻ്റെ പഴയ പേരാണ് കൽക്കുളം. ആ വേണാടിനെ മാർത്താണ്ഡവർമ്മ പിന്നീട് വിപുലമാക്കി ഇന്നത്തെ കേരളത്തിൻ്റെ പകുതിയിലധികം വരുന്ന തിരുവിതാംകൂർ എന്ന രാജ്യമാക്കി. ആ വേണാടിൻ്റെ തലസ്ഥാനമായിരുന്ന കൽക്കുളം എന്ന പത്മനാഭപുരം മുതൽ കന്യാകുമാരി വരെ ഒന്ന് യാത്ര ചെയ്താൽ ചരിത്ര പ്രസിദ്ധമായ നിരവധി കാഴ്ചകൾ കാണാം. 12-ാം നൂറ്റാണ്ടിന് മുമ്പ് വേണാട് നിലനിന്നിരുന്നെങ്കിലും അത് ആയി രാജാക്കന്മാരുടെയും മറ്റും കീഴിലായിരുന്നതിനാൽ സ്വതന്ത്ര രാജ്യമായിരുന്നില്ല. പിന്നീട് പെരുമാൾ ഭരണം അവസാനിച്ചപ്പോഴാണ് മലയാളക്കരയിലെ പല രാജ്യങ്ങൾക്കും എന്ന പോലെ വേണാടിനും സ്വാതന്ത്ര്യം ലഭിച്ചത്. പ്ലീനി, ടോളമി എന്നിവരുടെ രചനകളിൽ നിന്നും സംഘസാഹിത്യത്തിൽ നിന്നുമാണ് വേണാടിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അവിടെ ചരിത്ര പ്രസിദ്ധമായ പത്മനാഭപുരം കൊട്ടാരം തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നതിന് മുമ്പുള്ള രാജകൊട്ടാരമായിരുന്നു. തമിഴ്നാട്ടിലാണെങ്കിലും കേരളീയ വാസ്തുവിദ്യയുടെ മകുടോദാഹരണമായ ഈ കൽക്കുളം കൊട്ടാരം കേരള സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോഴും. തിരുവനന്തപുരത്തു നിന്ന് 52 കിലോമീറ്റർ തെക്കോട്ടും നാഗർകോവിലിൽ നിന്ന് 20 കിലോമീറ്റർ വടക്കുമാറിയുമാണ് വേളിമലയുടെ താഴ്വരയിൽ ഈ ചരിത്രപ്രസിദ്ധമായ കൊട്ടാരം നിലനിൽക്കുന്നത്. തിരുവനന്തപുരത്തു നിന്ന് റോഡ് മാർഗം വരുന്നതാണ് ഏറ്റവും അനുയോജ്യം. ദേശീയപാതയിൽ മാർത്താണ്ഡത്ത് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചിതറാൽ ജൈനക്ഷേത്രത്തിലെത്താം. വളരെ പുരാതനമായ ജൈന ഗുഹാക്ഷേത്രമാണ് ചിതറാൽ. ഇപ്പോൾ അവിടെ ഹൈന്ദവ പ്രതിഷ്ഠകളാണ് ഉള്ളതെങ്കിലും 9-ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ നിർമ്മിക്കപ്പെട്ട ജൈന ക്ഷേത്രങ്ങളാണ് അവ. ക്ഷേത്രങ്ങൾക്കുള്ളിലെ പ്രതിഷ്ഠകൾ മാറിയെങ്കിലും ചുവരിലെ ജൈന ശില്പങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. ജൈന തീർത്ഥങ്കന്മാരുടെ നിരവധി ശില്പങ്ങൾ ഇപ്പോഴും ആ ഗുഹാക്ഷേത്രത്തിൽ ഒരു കേടും വരുത്താത്ത നിലയിൽ നമുക്ക് കാണാൻ കഴിയും. ചിതറാൽ ജൈനക്ഷേത്രം കണ്ടു കഴിഞ്ഞ് 6 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രത്തിലെത്താൻ കഴിയും. തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുമ്പത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് തിരുവട്ടാർ. തിരുവട്ടാറിൽ നിന്ന് 12 കിലോമീറ്റർ തെക്ക് കിഴക്കായി സഞ്ചരിച്ചാൽ മനോഹരമായ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം കാണാം. മഴക്കാലത്തും അത് കഴിഞ്ഞുള്ള മാസങ്ങളിലും വളരെ നിറഞ്ഞ പരന്ന മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ് തൃപ്പരപ്പ്. 300 അടി വീതിയിലും 50 അടി ഉയരത്തിൽ നിന്നുമുള്ള കോതയാറിൻ്റെ ഈ വെള്ളച്ചാട്ടത്തിൽ യാതൊരു അപകടവുമില്ലാതെ ആസ്വദിച്ച് കുളിക്കാൻ കഴിയും. അതിൻ്റെ രസം അവിടെ കുളിച്ചാൽ തന്നെ മനസ്സിലാവുകയുള്ളൂ. അവിടെ തന്നെയുള്ള മഹാദേവ ക്ഷേത്രവും പുഴയിൽ നിർമ്മിച്ച കൽമണ്ഡപവും ചെക്ക് ഡാമും വളരെ പ്രസിദ്ധമാണ്. തൃപ്പരപ്പിൽ നിന്ന് ഒരു കുളി പാസാക്കി വീണ്ടും 14 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചാൽ പേച്ചിപ്പാറ ഡാമിലെത്താം. 1906 തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ മിഞ്ചിൻ എന്ന യൂറോപ്യൻ എഞ്ചിനീയറെ കൊണ്ട് കന്യാകുമാരി ജില്ലയിൽ കുടിവെള്ള ലഭ്യതയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഈ ഡാം. ഡാം നിർമ്മിച്ചതിൻ്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് 100 എന്ന് എഴുതി സ്ഥാപിച്ച ഒരു സ്തംഭവും മഹാരാജാവിൻ്റെയും എഞ്ചിനീയറുടെയും ചിത്രവും അതിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. എഞ്ചിനീയറുടെ ശവകുടീരവും ഡാമിൻ്റെ പരിസരത്ത് തന്നെയുണ്ട്. പേച്ചിപ്പാറ ഡാമും കണ്ട ശേഷം മാത്തൂർ അക്വഡക്റ്റ് എന്ന തൊട്ടിപ്പാലത്തിലേക്ക് പോകാം. 15 കിലോമീറ്റർ ദൂരമുണ്ട് തൊട്ടിപ്പാലത്തിലേക്ക്. 1966 പറളി നദിക്ക് കുറുകെ വിളവൻകോട്, കൽക്കുളം താലൂക്കുകളിലേക്ക് ജലം എത്തിക്കുന്നതിന് 2 മലകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ തൊട്ടിപ്പാലം നിർമ്മിച്ചിരിക്കുന്നത്. 28 വലിയ തൂണുകളുള്ള ഈ തൊട്ടിപ്പാലത്തിലെ ഏറ്റവും വലിയ തൂണിന് 115 അടി ഉയരമുണ്ട്. തൊട്ടിപ്പാലത്തിൽ നിന്നും മടങ്ങി പത്മനാഭപുരം പാലസിലേക്ക് വരുന്നതാണ് നല്ലത്. അവിടേക്ക് എത്താൻ പിന്നെ 13 കിലോമീറ്റർ കൂടി ദൂരമുണ്ട്. എങ്കിലും അടുത്ത ഹൈവേയിലേക്ക് തക്കലയിലെത്തുന്നതിന് 1.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. 15-ാം നൂറ്റാണ്ടിലാണ് ശ്രീ പത്മനാഭപുരം കൊട്ടാരം നിർമ്മിച്ചത്. 1795 കൽക്കുളത്ത് നിന്ന് തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. കൊട്ടാരം പൂർണ്ണമായും കണ്ടുവരാൻ 2 മണിക്കൂറെങ്കിലും വേണം. തിങ്കളാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 9 മണി മുതൽ 4:30 മണി വരെ പ്രവേശനം അനുവദിക്കും. കൊട്ടാരം കണ്ടു കഴിഞ്ഞ ശേഷം തൊട്ടടുത്ത് തന്നെ 1.5 കിലോമീറ്റർ മാറി ഹൈവേയിലെത്തി നേരെ നാഗർകോവിൽ വഴി ശുചീന്ദ്രത്തേക്ക് വരാം. ആവശ്യമെങ്കിൽ അവിടെ ദർശനം കഴിഞ്ഞ് കന്യാകുമാരിക്ക് പോയാൽ അവിടെ തങ്ങിക്കൊണ്ട് സൂര്യോദയവും അസ്തമയവും ആസ്വദിക്കാം. വിവേകാനന്ദ പാറയിലേക്ക് ബോട്ടിൽ കയറി സന്ദർശനം നടത്താം. കന്യാകുമാരി ദേവി ക്ഷേത്രം സന്ദർശിക്കാം. അവിടുന്ന് 6 കിലോമീറ്റർ മാറിയാൽ വട്ടക്കോട്ട എന്ന പ്രസിദ്ധമായ ഒരു പുരാതന കോട്ടയിലുമെത്താം. കടൽ വഴിയുള്ള ആക്രമണങ്ങളെ ചെറുക്കുന്നതിനും ആയുധങ്ങൾ സൂക്ഷിക്കുന്നതിനുമായി നിർമ്മിച്ചതാണ് ബേക്കൽ കോട്ട പോലെ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഈ കോട്ടയും.
യൂറോപ്യൻ ശക്തികളെ തോൽപ്പിച്ച ചരിത്രമുള്ള ഏക ഏഷ്യൻ രാജാവ് മാർത്താണ്ഡവർമ്മയാണല്ലോ. പ്രസിദ്ധമായ കുളച്ചൽ യുദ്ധത്തിലൂടെ ഡച്ച് സേനയെ തോൽപ്പിച്ച് അതിൻ്റെ തന്നെ ക്യാപ്റ്റനായിരുന്ന ഡിലനോയെ തടവിൽ പിടിക്കുകയും പിന്നീട് അദ്ദേഹത്തെ തൻ്റെ വലിയ കപ്പിത്താനായി നിയമിക്കുകയും ചെയ്തു. ഡിലനോയാണ് വട്ടക്കോട്ട ഇന്നത്തെ രീതിയിൽ പുനർനിർമ്മിച്ചത്. ശരിക്കും 2 ദിവസമെടുത്ത് ആസ്വദിച്ച് കാണാനുള്ള നിരവധി ചരിത്ര നിർമ്മിതികളുള്ള പ്രദേശമാണ് വേണാടിൻ്റെ പഴയ ഭാഗമായ കന്യാകുമാരി ജില്ലയിലെ ഈ പ്രദേശങ്ങൾ. നന്ദി.